നിത്യാനന്ദ ഷേണായി എന്ന അധോലോക നായകൻ കാറിന്റെ ബാക്കിൽ ഇരുന്നിട്ട് ഓരോ ഡയലോഗ് അടിക്കുമ്പോൾ ഞാൻ ബാക്കിലാ മറ്റേ ഡിക്കിയിൽ എടുത്തിട്ട് ബാക്കിൽ പറയും. അത് പാർവതിയായിട്ടുള്ള ഒരു ബോധ്യം ആ സിനിമ ചെയ്യുന്ന സമയത്ത് പാർവതിക്ക് അത്തരത്തിലുള്ള ഒരു ആലോചനയായിരുന്നില്ല ഉണ്ടായിരുന്നു. പിന്നീട് അവർ വായിച്ചും അവർ കണ്ടും അറിഞ്ഞ ഒരു മൂഡിൽ അങ്ങനെ തോന്നിയിരിക്കാം. കിരീടം എന്ന സിനിമയിൽ പോലെ 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 നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സേതുമാധവനോട്, അല്ലെ? സേതുമാധവൻ അങ്ങോട്ട് പോലെ, അയ്യോ നീ പരീക്ഷ, നീ ടെസ്റ്റ് പാസ്സായി, ഇന്റർവ്യൂ കഴിഞ്ഞാൽ നീ SI ആണ്, എന്നിട്ട് നീ എന്തെങ്കിലും ചെയ്തു എന്ന് നമ്മുടെ മനസ്സാഗ്രഹിക്കാം. അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലോഹിത് സാർ. ഞാനൊക്കെ പണ്ട് കൊച്ചിയിലേക്ക് വരുന്ന സമയത്ത് എൻഡോസൾഫാൻ അല്ലേ നിന്റെ കൂടെയൊക്കെ താമസിച്ച ഞങ്ങൾക്ക് അസുഖം വരുമെന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. നീ ഓർത്തു നമ്മൾ ചോദിക്കും, ഓർത്തു എവിടെ, അത് എവിടെയെന്ന് ചോദിക്കൂല. അരി നാരായണട്ടി അല്ലെങ്കിൽ കുഞ്ഞിപ്പണ്ണിട്ടി അല്ലെങ്കിൽ പിന്നെ കണ്ണാട്ടനൊന്നും അത് എവിടെ ചോദിച്ചില്ല, അത് ഓർത്തു ചോദിക്കും. അത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ കഥാപാത്രം എന്നെ വിളിച്ച് തെറി പറയും. കാന്താര സിനിമ ഇറങ്ങി. ഇപ്പൊ കാന്താരയില് പറയുന്നത് ഭൂതക്കോലങ്ങളെയാണ്. അത് കൂടുതൽ എനിക്ക് തോന്നുന്നു കാസർഗോഡുകാരനെ കന്നഡയില് തെയ്യത്തിന് പറയുന്നതാണ് ഭൂതക്കൊല. കൂടുതൽ കണക്ട് ആവുന്ന ഒരു കലാരൂപം കൂടെയാവും. പക്ഷെ ഈ കാന്താരയിലൂടെ പറയുന്നത് ഭൂതക്കോല അൾട്ടിമേറ്റ്ലി ശിവന്റെ പ്രതിരൂപമാണ്, അല്ലെങ്കിൽ അത്തരം. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ പൊട്ടൻ തെയ്യം എന്ന് പറയുന്നത് ശിവന്റെ ഐതിഹ്യത്തിലേക്ക് മിങ്കിൾ ചെയ്തു. പൊട്ടൻ തെയ്യം ശിവനല്ല. പൊട്ടൻ എന്ന് പറയുന്നത് പുലയനായിട്ടുള്ള ഒരു മനുഷ്യൻ ശങ്കരാചാര്യരുടെ ചോദ്യം ചോദിച്ചു, ശങ്കരാചാര്യർ മുട്ട മടക്കി, അങ്ങനെ പുലയനും തെയ്യമായതാണ്. പക്ഷെ പൊട്ടൻ തെയ്യം ശിവന്റെ തെയ്യമായി മാറി. അതേപോലെ ഇപ്പൊ നമ്മളിപ്പോ വിഷ്ണുമൂർത്തി തെയ്യമുണ്ട്. അത് ഒരു പാലന്തായി കണ്ണന്റെ കഥയുണ്ട്. ഒരു ഈഴവനായിട്ടുള്ള ഒരു പാലന്തായി കണ്ണൻ ഒരു നായർ സമുദായത്തിൽപ്പെട്ട ഒരു പെണ്ണുമായി പ്രണയത്തിലായി എന്ന് തോറ്റത്തിൽ പറയില്ല. പെണ്ണിന് പച്ചമാങ്ങ കണ്ടപ്പോ അത് വേണമെന്ന് ആഗ്രഹം തോന്നി. അപ്പോൾ ഇയാളിത് മാവിന്റെ മുകളിൽ നിന്ന് കയറിയിട്ട് പറിച്ചു കൊടുത്തു. ഇത് ഇയാൾ കാണുന്നു. ഇയാൾ ഇവിടുന്ന് സ്ഥലം വിട്ടിൽ ഇതിനെ കൊല്ലുന്ന് പറയും. കൊല്ലുന്ന പറഞ്ഞാൽ ഈ പാവം മനുഷ്യൻ നേരെ പേടിച്ചിട്ട് മംഗലാപുരത്ത് പോകും. മംഗലാപുരത്ത് ഒരു അമ്മയുടെ വീട്ടിൽ താമസിക്കും. അപ്പൊ അയാൾക്ക് ഈ പ്രണയം കാരണം തിരിച്ചു പോകാതിരിക്കാൻ, ഈ കുട്ടിയെ കാണാതിരിക്കാൻ പറ്റില്ല. തിരിച്ചു വരും. തിരിച്ചു വരുന്ന സമയത്ത് ഇയാള് വന്നത് ഇവരറിഞ്ഞു. ഈ പെണ്ണിന്റെ ബന്ധുക്കളോ അച്ഛനോ അടങ്ങുന്നവരറിഞ്ഞു. അപ്പൊ ഇയാള് കുളത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവര് പറയാൻ വന്ന് വാള് കൊണ്ട് വെട്ടിയ സമയത്ത് അവിടെ വെട്ടി ഇയാള് മരിച്ചു വീഴുന്നു. മരിച്ചു വീണപ്പോ പിന്നെ ഇമാജിനേഷനാണ്. അപ്പൊ അവിടെ മൊത്തം ആ കുളത്തിൽ നിറയെ താമരപ്പൂക്കളായിരുന്നു. അപ്പൊ ഒരു വാളിങ്ങനെ വന്ന ആ താമരപ്പൂക്കളൊക്കെ വെട്ടി വാളിങ്ങനെ തറവാട്ട് മുറ്റത്തൂടെ ഇങ്ങനെ ഇവരുടെ പിറകെ ഓടുകയും അങ്ങനെ ഇവര് പ്രശ്നം വരുത്തിയത് പാലന്തായി കണ്ണനാണെന്ന് പറയും. അങ്ങനെ പാലന്തായി കണ്ണന്റെ പേരിൽ തെയ്യം ഉണ്ട്. അത് പരിധേയമാണ്. അത് വിഷ്ണുമൂർത്തി തെയ്യം. പക്ഷെ അവിടെ വരുന്ന ഐതിഹ്യം വരുന്നത് നരസിംഹത്തിന്റെ അത് എല്ലായിടത്തും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഓൾറെഡി നേരത്തെ സെറ്റ് ചെയ്തതാണ്. കഥ നമ്മൾ അറിഞ്ഞു ചെല്ലുമ്പോൾ അതിന്റെ പിറകിൽ ഒരു പാവ മനുഷ്യന്റെ ഇപ്പൊ വിഷകണ്ഠം തെയ്യൊക്കെ ഉണ്ട്. അതിന്റെ പിറകിലൊക്കെ ഒരു വലിയ വർണ്ണനായിട്ടുള്ള ഒരു വലിയ വൈദ്യന്റെ കഥയാണ്. പക്ഷെ അത് നമ്മൾ കൺവേർട്ട് ചെയ്ത് വേറൊരു രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ എങ്ങനെ ഡിഫെൻസ് ചെയ്യും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതെ, ഈ ദൈവങ്ങളെ ചോദ്യം ചെയ്യുന്നത് പ്രശ്നമായി വരുന്നൊരു സാഹചര്യത്തിലാണല്ലോ ജീവിക്കുന്നത്. അപ്പം ഇതേ സമയത്താണ് തെയ്യവും കോഴിയും കണ്ണൂർ സർവകലാശാലയിൽ കുട്ടികൾ പഠിക്കുന്നത്. അപ്പം അതിനൊരു വലിയ പൊളിറ്റിക്കൽ മെസ്സേജ് അവിടെ ഉണ്ടല്ലോ. അതായത് തെയ്യത്തിനോട് നേർച്ചക്കോഴി തിരിച്ചു ചോദ്യം ചെയ്യാണ്. ഈ വ്യവസ്ഥിതി മാറും എന്നുള്ളത് കോഴി പറയാണ്. അത് മരണം മുന്നിലുള്ള കോഴിയാണോ അത് പറയണത്. അപ്പം ഇത്തരം ആഖ്യാനങ്ങളൊക്കെ ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നു? നമ്മളെ വീട്ടിലെ കൗതുകമായ കാര്യം എന്ന് വെച്ചാൽ ഈ നാട്ടുമ്പുറാണല്ലോ. നാട്ടുമ്പുറത്ത് ഇപ്പൊ ചന്ദ്രൻ നാട്ടുമ്പുറത്തായിരുന്നു. നാട്ടുമ്പുറത്ത് നമ്മൾ ഇത് കുറെ കഥയുണ്ടാവും. അങ്ങനെ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പൊ എന്റെ വീട്ടില് പശു, ഞാൻ പറഞ്ഞില്ലേ കുട്ടിക്കാലത്ത് പശുക്കള്. അപ്പൊ ഈ പശു പ്രസവിച്ചു കഴിഞ്ഞാല് ഇത് ചിലപ്പോൾ നടക്കാൻ പറ്റും. ആദ്യം കുളമ്പ് തുള്ളണം സാധനം. പശു പ്രസവിച്ചാൽ ഞാനൊക്കെ കുളമ്പ് തുള്ളിയിട്ടുണ്ട് പശുവിന്റെ. അപ്പൊ കുളമ്പ് തുള്ളിയാൽ ഇട്ടെങ്കിൽ നടക്കാൻ പറ്റും ഈ കിടാവിന്. അപ്പൊ ചില നേരത്ത് ഈ പിന്നെ മറന്നു നമ്മൾ ഈ ധൃതിയിൽ മറ്റേ പല കാര്യം ചെയ്യണം. പശുവിനെ കുളിപ്പിക്കണം, മറ്റേത് അതിന്റെ ഇത് കളയണം, നഞ്ച് മറ്റേത് കളയണം ഒക്കെ പറഞ്ഞ് കുറെ പ്രോസസ് ഉണ്ട്. അപ്പൊ ഈ ഒരു ദിവസം ഒരു പശു ഇങ്ങനെ കിടാവ് നടക്കാൻ മടിയായിട്ടാകുമ്പോ വീട്ടിലത്തെ വില്ലമ്മയായിട്ടൊന്ന് വന്നു. അപ്പൊ ആട് പൊട്ടൻ തെയ്യത്തിൽ കോഴിന് നിർന്നു. അപ്പൊ വീട്ടിൽ കുറെ നാടൻ കോഴികളുടെ സമയം. അപ്പൊ അതില് പൂവൻകോഴി എന്ന വലിയ കോഴിയും ഒരു പൂവൻകോഴിയും കുറെ പിടക്കോഴികൾ അങ്ങനെയാണല്ലോ. അപ്പൊ ഈ പൂവൻകോഴി നിന്ന് ഇരുന്നേ. അപ്പൊ 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേ ആരോ വന്നിട്ട് ഇതിന്റെ കുളമ്പുള്ളിപ്പോ ഇത് എണീച്ചെടുക്കാൻ തുടങ്ങി. ഇത് പശു കോഴി സ്വന്തം പ്രതിസന്ധി ഇല്ല. മരണത്തിന് അടുത്ത കൊല്ലം മറ്റേ പൊട്ടന്നെയും കഴിക്കും ഇത് കൊടുക്കണം. നമ്മളിപ്പോ ചൂടിക്കയറ് കാലിൽ കെട്ടിട്ട് കൊണ്ടുപോകും.
അപ്പൊ എനിക്ക് ഈ പൊട്ടൻ പൂവൻകോഴി എന്ന് പഴിച്ചു. അപ്പൊ പൊട്ടൻ തെയ്യം വന്നിട്ട് പറയും, എന്റെ കാര്യം തീരുമാനം, അടുത്ത പോലെ നീ എന്റെ അടുത്തേക്ക് വരണോ. അങ്ങനെ ഉണ്ടാക്കിയപ്പെടുന്ന ഒരു കഥയാണ്. അപ്പൊ പറഞ്ഞ അപ്പൊ എനിക്ക് അതിന് ആ ട്രിപ്പ് കിട്ടിയല്ലോ. ആ ട്രിപ്പ് കിട്ടിയപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും. ഈ കൊറോണ കാലത്ത് ഞാൻ മറ്റേ കിളിപോയി എന്നൊരു കഥ എഴുതിയിട്ടുണ്ടായിരുന്നു, വായിച്ചെന്നറിയാം. അന്ന് എനിക്ക് 3 മാസം നമ്മള് മുടി വെട്ടാൻ ബാർബർ ഷോപ്പ് തുറന്നില്ല. അപ്പൊ എന്റെ മുടി നല്ലോണം വളർന്നു, ഒരു കാട് പോലെയായി. അപ്പൊ വീട്ടിൽ നിന്ന് ഏട്ടന്റെ മക്കൾ പറഞ്ഞു, ഷാജിപ്പാപ്പന്റെ തലയിലൊരു കിളി കൂട് വെക്കാൻ അത്ര മുടിയായി തന്നു. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ഒരു കിളി കൂട് വെക്കുന്നു, കിളി കൂട് വെച്ചിട്ട് അതില് മുട്ടയിടുന്നു, കുഞ്ഞുങ്ങളുണ്ടാവുന്നു. അപ്പൊ കിളിയുടെ ഭർത്താവ് പറയും, ഈ ഒരു കുട്ടി എന്റെ അല്ല എന്ന് പറയും. അവര് കലഹിക്കുന്നു. കിളി പോയി. അത് ട്രിപ്പാണ് അവര്, ഇമാജിനേഷന്റെയും ആ കഥയുടെ കൗതുകത്തിന്റെയും. അങ്ങനെ ട്രിപ്പാണ് ഈ പൊട്ടൻ തെയ്യം കോഴി. അത് ഞാൻ ഫേസ്ബുക്കിലാണ് ആദ്യം ഇട്ടത്. അത് ഫേസ്ബുക്കിൽ ഭയങ്കരമായിട്ട് ആളുകൾ സ്വീകരിക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ചില ട്രിപ്പുകൾ കിട്ടുമ്പോൾ നമുക്ക് എഴുത്തിന്റെ ഒരു അനുഭൂതി വരും. അത് വല്ലപ്പോഴും കിട്ടും. ഈ പറഞ്ഞപ്പോഴും ഈ കഥകളൊക്കെ നടക്കുന്നത് നിങ്ങളുടെ നാട്ടിലാണ്, കാസർഗോഡാണ്. എൻ്റെ നാട് മലപ്പുറത്താണ്. പക്ഷെ മലപ്പുറത്തല്ല എനിക്ക് ഈ കഥകൾ റിലേറ്റബിൾ ആണ്, ഈ ഭാഷ റിലേറ്റബിൾ ആണ്. അപ്പം എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളിയാക്കപ്പെട്ടിട്ടുള്ള 2 ഭാഷ മലപ്പുറം ഭാഷയും കാസർഗോഡ് ഭാഷയും. പക്ഷെ നമുക്കിത് ഇത്തരം കൺഫ്യൂഷൻസ് ഒന്നുമില്ല, നമുക്കിത് ഈസിലി കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഈ ഭാഷ വളരെ കൺഫ്യൂസിങ് ആണ്, അല്ലെങ്കിൽ പ്രാദേശിക ഭാഷ ഉപയോഗിക്കുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുന്നത് ശരിക്കും ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യല്ലേ. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞു തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരാളാണ് കഥ കേട്ട് വിളിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഇത്തരത്തില് ഭാഷകളെ എങ്ങനെ വേർതിരിച്ച് നിർത്തണം എന്നുള്ളത്, അല്ലെങ്കിൽ ഇത്തരം ഭാഷകൾ ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നതിൽ ഒരു അർത്ഥശൂന്യതകളായിട്ട് തോന്നുന്നു. തീർച്ചയായിട്ടും അത് വേറെ രീതിയിൽ ഉത്തരം പറയാം. അതായത് അതിന്റെ ആദ്യ സമരം ഇറങ്ങുന്ന 23-ാം വയസ്സിലാണ് DC ബുക്സ് ജനം. അപ്പൊ അത് വായിച്ചിട്ട് എന്റെ പ്രിയ സുഹൃത്തുക്കളായിട്ടുള്ള വേനക്കാരൻ പറഞ്ഞു, കാസർഗോഡ് ഡയലക്ട്സ് ഭയങ്കര മനസ്സിലാവില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അതെന്റെ കുഴപ്പമല്ല. എനിക്ക് അവിടുത്തെ കഥ പറയണമെങ്കിൽ അവിടുത്തെ കഥാപരിസരം ഉണ്ടാവും, അവിടുത്തെ അവർ സംസാരിക്കുന്ന ഭാഷ സംഭവിക്കും, അവരുടെ പ്രയോഗങ്ങൾ ഉണ്ടാവും. അത് വായിക്കപ്പെടുന്നില്ല അല്ലെങ്കിൽ അത് വായിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നത് ഞാനത് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. കാരണം ഞാനതിലിപ്പോ ഒരു നാടൻ വാക്കിന് പകരം ഇപ്പൊ നൊടിച്ചല് ഇവിടെ ഉപയോഗിക്കുന്നുണ്ടാവും അല്ലെ? ഇല്ല. നൊടിച്ചൽ പറഞ്ഞാല് മറ്റേ നിന്റെ നൊടിച്ചല് നീ അവിടെ നിർത്തിക്കോന്ന് പറയും. കുറച്ച് അധിക പ്രസംഗം. എനിക്ക് നൊടിച്ചൽ എന്ന് പറഞ്ഞ വാക്ക് അവിടെ ഉപയോഗിച്ചില്ലെങ്കിൽ കുറ്റമെന്ന് തോന്നും. നിന്റെ അധിക പ്രസംഗം ഇപ്പോ ഒരു നാരായണ നിന്റെ അധിക പ്രസംഗം അവിടെ നിർത്തറ എന്ന് പറയുന്നത് അറിയില്ലല്ലോ. അതായത് ഇപ്പൊ നീ ഓടുത്തു നമ്മൾ വിളിക്കും, ഓടുത്തു എവിടെ, അത് എവിടെയെന്ന് ചോദിക്കൂല. നാരായണട്ടി അല്ലെങ്കിൽ കുഞ്ഞിപ്പണ്ണിട്ടി അല്ലെങ്കിൽ പിന്നെ കണ്ണാട്ടനൊന്നും അത് എവിടെ ചോദിച്ചില്ല, അത് ഓടുത്തു ചോദിക്കും. അത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ കഥാപാത്രം എന്നെ വിളിച്ച് തെറി പറയും. നമ്മുടെ നാട്ടില് ഇതിൽ ഏറ്റവും വ്യത്യാസമല്ലേ, മുമ്പ് അത് പിന്നെ നാട്ടിൽ നിന്ന് ഗൾഫിൽ നിന്ന് ഒരാൾ വന്നു. അപ്പൊ ഈ പണ്ടൊക്കെ ഗൾഫിൽ പോയിട്ടാകുമ്പോ അവിടെ കൊല്ലംകാര് തിരുവനന്തപുരക്കാരൊക്കെ ഉണ്ടാവും. നമ്മൾ കാസർഗോഡ് അവരൊക്കെ താമസിക്കാം പണ്ട് കേട്ടോ, കുറെ വർഷമുണ്ട്. അപ്പോൾ തിരിച്ചു വന്നപ്പാട് ഇയാള് എല്ലാം ഭാഷ മൊത്തം തെക്കൻ ഭാഷയായി. എവിടെയാണ് പോകുന്നത്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ. അപ്പൊ ഇങ്ങനെ ഒരു ദിവസം ഇയാള് തലേ ദിവസം 2 അടിച്ചിട്ട് മദ്യവെച്ചിട്ട് രാവിലെ എഴുന്നേറ്റ് വീട്ടിലെ കസേര എഴുന്നേറ്റ് ഇങ്ങനെ പത്രം ഇങ്ങനെ വീശിക്കൊണ്ട് എന്തൊരു ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് രാവിലെ. അപ്പൊ തൈത്തടത്തിലെ കോഴിയും കോഴിയുടെ ഫാമിലിയും പിന്നെ ഈ രാവിലെ ഇയാളുടെ അമ്മച്ചിന്ന് മീനായിട്ട് ഇട്ടിട്ട് മുറിക്കുന്നുണ്ട്. അപ്പൊ കോഴികളെല്ലാം അവിടെ വന്നിട്ട് ഇത് കഴിക്കാൻ വേണ്ടിട്ട് ഇരിക്കുന്ന സമയത്ത് ഈ കോഴി നോക്കിയിട്ട് പറയാ, അമ്മേ ഏതമ്മ ഈ പക്ഷികൾ. അപ്പൊ കോഴികളൊക്കെ അസ്തിത്വ പ്രസന്റിയായിട്ട് അമ്മച്ചി അന്ന് വിളിച്ച് തെറിയിട്ടിട്ട് ആ ആഴ്ച പുള്ളി തിരിച്ച് ദുബായിൽ പോയിന്ന് പറയുന്നത്. അതെനിക്കൊരു വലിയ പാഠപുസ്തകം എന്നെ സംബന്ധിച്ചുള്ള. അങ്ങനെ കോമഡി ആണെങ്കിലും നമ്മളൊരു നാട്ടിലത്തെ കഥ പറയുമ്പോൾ നാട്ടിലത്തെ ഭാഷ ഉപയോഗിക്കണം, അതിലെ പ്രയോഗങ്ങൾ വരണം. അത് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഭയങ്കരമായിരിക്കും. അത് അങ്ങനെ പറയുമ്പോഴും നമുക്ക് കിട്ടുന്ന സന്തോഷം. പിന്നെ അതങ്ങനെ നമ്മൾ എഴുത്തിൽ ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ അതിലൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയുണ്ട്. കുറെ കാലം കഴിഞ്ഞാൽ ഈ വാക്കുകളൊന്നും ആരും ഉപയോഗിക്കാതെ ഇതിന്റെ പ്രയോഗങ്ങളെല്ലാം ആളുകളുടെ ഓർമ്മയിൽ നിന്ന്. കാരണം പുതിയ ജനറേഷൻ അത്തരത്തിലുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കാൻ അത് അങ്ങനെ കുറഞ്ഞു പോകുമല്ലോ. അല്ല, പക്ഷെ ഇപ്പൊ കുറച്ചും കൂടെ അത് സെലിബ്രേറ്റ് ചെയ്യുന്നില്ലേ? അല്ല, നല്ലതാണ് ഞാൻ പറയുന്നത്. അല്ല, അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, നല്ലതാണ്. ഒരു കാലത്ത് അത്തരത്തിലുള്ള
കാസർഗോഡൻ ഭാഷ ഭയങ്കര പരിഹസിക്കപ്പെട്ടിരുന്നു. പക്ഷെ ഇപ്പൊ കാസർഗോഡൻ ഭാഷ സിനിമകളിലൊക്കെ വളരെ സ്വസ്ഥമായി കടന്നു വന്നു. നമ്മൾ അതിനു മുമ്പേ കഥകളിലൂടെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അത് പക്ഷെ പരിഹസിക്കപ്പെട്ട എല്ലാവർക്കും 6 മലയാളിക്ക് 600 മലയാളം അങ്ങനത്തെ ഒരു പ്രയോഗം തന്നെ ഉണ്ടല്ലോ. 60 മലയാളം പ്രയോഗം ഉണ്ടെന്ന് എന്താ പറയുക. അപ്പൊ ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ സി വി രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മയും ധർമ്മരാജയും വായിക്കാൻ ഭയങ്കര പ്രയാസമാണ്, തിരുവനന്തപുരം ഡയലക്ടിക്സ്. പക്ഷെ എന്നിട്ട് നമ്മൾ ഏറ്റവും ഗംഭീരങ്ങളായിട്ടുള്ള മലയാളത്തിലെ 2 നോവലുകളാണ്. പക്ഷെ നമ്മളതിന്റെ ഭാഷാപരമായിട്ട് ഉള്ള പ്രയാസമൊന്നും നമ്മളെല്ലാം അതെല്ലാം നോക്കി വായിക്കുന്നുണ്ടല്ലോ. അപ്പൊ മരണവംശം വായിക്കപ്പെടുന്നത് അതിന്റെ ഇമോഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഭാഷയും ഒരു വലിയ പ്രധാന ഘടകമല്ലേ. നല്ല കൃതികളാണെങ്കിൽ അത് ഏത് സ്ഥലത്തായാലും വായിക്കപ്പെടും. ഇപ്പൊ മക്കാണ്ടോ എന്ന് പറയും, മക്കാണ്ടോ പ്രിയാഷി മാസ്റ്ററിന്റെ ഏകാന്ത 100 വർഷം മക്കാണ്ടോ എന്റെ നാടാണ്. എന്തുകൊണ്ട് എനിക്കത് ഫീൽ ചെയ്യുന്നത്, മാർക്കേസിന്റെ നാട്ടിനെ കുറിച്ച് അത്രമേൽ ആത്മാർത്ഥതയോടെയും സത്യസന്ധമായിട്ടും ഭ്രാന്തോടും കൂടി എഴുതി. അത് എന്റെ നാട്ടിന്റെ കഥയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഇപ്പൊ ടിൻഡ്രം, 1 ക്ലാസ്സിന് ടിൻഡ്രം വായിക്കുമ്പോൾ അത് എന്റെ നാട്ടിൽ ചെക്കനാണ്. അതേപോലെ പെഡ്രോ പരാമ കൊമാല എന്ന് പറയുന്ന നാട് എന്റെ എവിടെയും ഉണ്ട്. എന്റെ നാട്ടിനപ്പുറത്ത് ഒരു പാറപ്പുറത്തോടിയിട്ട് അവർ നടന്നു പോകുന്നുണ്ട്. നല്ല കൃതികൾ നമ്മളെ തേടിയിട്ട് നമ്മളെ പിടിച്ചു കൊണ്ടുപോകും. ഇപ്പൊ മുറാകാമി നോവലിനെ കുറിച്ച് എഴുതിയൊരു പുസ്തകത്തിൽ പറയുന്നത്, നിങ്ങളൊരു കൃതി എഴുതുമ്പോൾ നിങ്ങൾ വായനക്കാർ എന്ത് വിചാരിക്കും, വായനക്കാർ വായിക്കുമോ എന്നൊന്നും ആലോചിക്കരുത്. നിങ്ങൾ വായനക്കാരനെ പിടിച്ചിട്ട് ഈ ചൊറ മീൻസ് നിങ്ങൾ കാസർഗോഡ് പറയാ അങ്ങനെ ഒരു ഇടാൻ കൊടുക്കല് നമ്മൾ ഇട്ടിട്ട് പിന്നെ അവരെ എല്ലാം മോചിതരാകരുത്, അവിടെ നിന്ന് ഇറങ്ങി പോകാൻ വിടരുത്. ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട കഥകൾ പലതും സിനിമകളായിട്ടുണ്ട്. പക്ഷെ കഥകൾ സെലിബ്രേറ്റ് ചെയ്ത പോലെ ആ സിനിമകൾക്ക് ഒരു സ്പേസ് കണ്ടെത്താൻ പറ്റാതെ പോയിട്ടുണ്ട്. നേരെ തിരിച്ച് അധികം കണ്ടെത്തിയിട്ടില്ലാത്ത സിനിമകൾ, കഥകൾ സിനിമയായ സമയത്ത് വലിയ രീതിയിലേക്ക് സെലിബ്രേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇന്നലെ അത് നമ്മളെ കഥയേക്കാൾ നമുക്ക് ആ സിനിമ ഭയങ്കരമായിട്ട് ഫീൽ ആവും. നമുക്കത് സിനിമയായിട്ടാണ് കൂടുതൽ മനസ്സിൽ നിൽക്കുന്നത്. ഈ കഥ സിനിമയാവുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ ഒരു മാജിക് നടക്കാനുണ്ടോ? അത് ഞാനിപ്പോ എന്റെ ഇപ്പൊ ഒരു ചെറുകഥയാണ് സിനിമയായിട്ടുള്ളത് 18+. അതൊരു ക്രിസ്ത്യൻ പള്ളി ഒരു C ക്ലാസ് തിയേറ്റർ, അഡൽസ് ഓൺലി സിനിമകൾ കളിക്കുന്ന ഒരു തിയേറ്റർ ക്രിസ്ത്യൻ പള്ളിയാവുന്നു. ക്രിസ്ത്യൻ പള്ളിയായ സമയത്ത് അവിടെ പള്ളിയിലച്ഛനായിട്ട് വരുന്ന മൈക്കിളച്ഛൻ ഈ കുമ്പസാരങ്ങളും കേൾക്കുമ്പോൾ പഴയ പോൺ സിനിമകളിലെ തെറ്റ് ചെയ്യാത്തവരായ ആരുമില്ല ഗോപു തുടങ്ങിയിട്ടുള്ള സംസാരങ്ങളൊക്കെ പുള്ളി പെടുന്ന ഒരു സംഘർഷങ്ങളാണ് കഥയുടെ പ്രമേയം. അതാണ് എന്റെ കന്യാ ടാക്സ് ആണ്. 18+ ഭയങ്കര കോമഡി ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഒരു കഥയായിരുന്നു. പക്ഷെ സിനിമ വളരെ സീരിയസ് ആയിട്ട് ഒരു കഥയെ സീരിയസ് ആയിട്ടാണ് സമീപിച്ചത്. ക്രിസ്ത്യൻ ഭാവബോധം, സദാചാരം, അതിന്റെ ഒരു വിചാരണയും വിശകലനവും ഒക്കെയാണ് സിനിമയുടെ അന്തർധാരയായിട്ടും മുൻപിലും വരുന്നത്. ആ കഥ ആഘോഷിക്കപ്പെട്ടതുപോലെ സിനിമ ആഘോഷിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ സിനിമ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ട ഒരുപാട് അവാർഡുകൾ കിട്ടി. IFFIയുടെ ഉദ്ഘാടന ചിത്രമായിരുന്നു ഗോവയില്. പിന്നെ ഒരുപാട് ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കപ്പെട്ടു ഭയങ്കര. പക്ഷെ ആ കഥയുടെ ഒരു മൂഡല്ല സിനിമ. അതുകൊണ്ട് ആ സിനിമ മോശം എന്നല്ല ഞാൻ പറയുന്നത്. സിനിമ വളരെ മികച്ച സിനിമയാണ്. പക്ഷെ ആ കഥ ഒരുപക്ഷെ കൊമേഴ്ഷ്യലി വയബിൾ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആയിരുന്നു ഇപ്പൊ ആലോചിക്കുമ്പോൾ. അതായത് ഭയങ്കര കോമഡി ഒക്കെ ഉള്ള ഒരു റിലീജിയസ് സെറ്റയർ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരുന്നു. പക്ഷെ ഇത് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് സമീപിച്ചു. പിന്നെ ഇന്ന സമയത്തുള്ള അതിനങ്ങനെ ഞാൻ അതിനെ കൺസേൺ ചെയ്യുന്നില്ല. സിനിമ എന്ന് പറയുന്നത് ആത്യന്തികമായിട്ട് സംവിധായകന്റെ കലയാണ്. കഥയും തിരക്കഥയും ഒക്കെ അതിന്റെ ഒരു ടൂള് മാത്രമാണ്. സംവിധായകന്റെ പെർസ്പെക്റ്റീവ് ഓഫ് വിഷനാണ് സിനിമ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് ഇപ്പോ കഥ ഇതേപോലെ മികവുറ്റ സിനിമയാവാത്തതിന്റെ പിറകിൽ അത് കഥയുടെ കുറ്റമല്ല, സംവിധായകന്റെ കുറ്റമല്ല. അവിടെ എന്തൊരു പരിപാടി നടക്കുന്നുണ്ട്. അത് നേരത്തെ പറഞ്ഞൊരു മാജിക് നടക്കുന്നു. ഇപ്പോ കന്യാ ടാക്കീസ് എന്ന് വെച്ചാൽ മനോജേട്ടൻ അങ്ങനെയുള്ള സിനിമയായിട്ട് കൺസീവ് ചെയ്തുകൊണ്ടായിരിക്കാം അത്തരത്തിലുള്ള ഒരു മൂഡിലേക്ക് ആ സിനിമ പോയത്. ഒരുപക്ഷെ അതൊരു കൊമേഴ്ഷ്യലി വന്നിരുന്നെങ്കിൽ അതൊരു കൊമേഴ്ഷ്യലി ആളുകൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെടുകയും അങ്ങനെയൊക്കെ സംഭവിച്ചത്. ടേക്ക് ഓഫ് ഒരു കൊമേഴ്ഷ്യൽ പാറ്റേണിന്റെ പുറത്തേക്ക് പോകുന്ന ഒരു സിനിമയാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും അതിനെ ഒരു മുന്നേ പറഞ്ഞതുപോലെ ഒരു അവാർഡ് പടമായിട്ടോ അങ്ങനെ ഒരു കാറ്റഗറി ചെയ്തിട്ടില്ല. ചിലപ്പോൾ ഒരു പക്ഷെ അതിൽ വന്നിട്ടുള്ള സ്റ്റാർ കാസ്റ്റ് കൊണ്ടായിരിക്കാം ആളുകളിലേക്ക് അത് വന്നത്. പക്ഷെ അത് അപ്പോഴും ആ ഫോർമാറ്റുകളൊന്നും തന്നെ ഒരു പെർട്ടിക്കുലർ സ്വഭാവം ഇതിന് വേണം എന്ന് പറഞ്ഞിട്ട് വന്ന സിനിമയല്ല. അതിന്റെ ഒരു ജേർണിയാണ് ആളുകളിലേക്ക് ഹുക്ക് ചെയ്യുന്നത്. അല്ലെ അവിടെ ഇപ്പൊ സ്ത്രീകളുടെ
തെരഞ്ഞെടുപ്പ് അവിടെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഒരു സ്ത്രീ ഒരു കാര്യം തെരഞ്ഞെടുത്താൽ വൈ ഷീ ഷുഡ് സ്റ്റാൻഡ് വിത്ത് ഇറ്റ് എന്നുള്ള കാര്യം ടേക്ക് ഓഫിൽ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നുണ്ട്. അല്ല, അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് എന്നുള്ള ഈ ഒരു ഫോർമാറ്റിലേക്ക് ഇതിനെ കൊണ്ടുവരണം എന്നുള്ളത് ഈ എഴുത്തുകാരനും സംവിധായകനും ചേർന്നിട്ടുള്ള ഒരു തീരുമാനം കൂടെയാണ്. മഹേഷ് ചേട്ടന്റെ കൂടെയുള്ള ആ ഒരു കെമിസ്ട്രി എങ്ങനെയാണ്? മഹേഷ് ചേട്ടന്റെ കൂടെ നമ്മള് ഇതിന്റെ കന്യാ ടാക്സിന്റെ എഡിറ്ററായിരുന്നു. അങ്ങനെയാണ് മഹേഷ് ചേട്ടനിലേക്ക് ഞാൻ എത്തുന്നത്. അപ്പോൾ ഞാൻ ആ സമയത്ത് കൊല്ലത്ത് ജോലി ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് കൊച്ചിയിൽ വരും. അപ്പോൾ ഞങ്ങളൊരു പടം പ്ലാൻ ചെയ്യുന്നു. ആദ്യം അത് ഫഹദിനെയും പാർവതിയും വെച്ചിട്ടുള്ള ഒരു പടമായിരുന്നു. മഹേഷേട്ടന്റെ കഥ അതൊരു ആദ്യം അങ്ങനെയായിരുന്നു ടേക്ക് ഓഫിന് മുന്നേ. അപ്പോൾ അത് ഒരു മാധ്യമ പ്രവർത്തകന്റെ ഒരു യാത്രയായിരുന്നു. അപ്പൊ അതെങ്ങനെ അതിന്റെ ചർച്ചയില് നമ്മളിങ്ങനെ നടത്തുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊച്ചിയിലേക്ക് വരുന്നു, അവിടെ ഫ്ലാറ്റിലിരിക്കുന്നു, സംസാരിക്കുന്നു. ആ സമയത്താണ് രാജേഷ് പിള്ള മരിക്കുന്നത്. ട്രാഫിക് സിനിമയുടെ സംവിധായകനായിട്ടുള്ള ഒരു ദൗർഭാഗ്യകരമായിട്ടുള്ള നടനായിരുന്നു. അപ്പൊ അവരുടെ ഫാമിലി സാമ്പത്തികമായ പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന സമയമാണ്. അപ്പോൾ ഈ രാജേഷ് പിള്ളയുടെ സുഹൃത്തുക്കളൊക്കെ തീരുമാനിക്കുന്നു അവർക്ക് വേണ്ടി സിനിമ ചെയ്യണം. അപ്പോൾ കുഞ്ചാക്കോ പറഞ്ഞു ഞാൻ പ്രതിഫലം വാങ്ങാതെ അത് നായകനായിട്ട് അതിൽ അഭിനയിക്കാം, ഏത് വേഷത്തിലായാലും. അപ്പൊ അന്ന് കുഞ്ചാക്കോവിന്റെ പ്രതികൾ 60 ലക്ഷം ആയിരുന്നാണ് എൻ്റെ ഓർമ്മ. അപ്പൊ ഓൾറെഡി പാർവതി ഇന്നാണ് പടത്തില്, പാർവതി ഉണ്ട്. അങ്ങനെ പിന്നെ ചാക്കോച്ചനും പാർവതിക്കും വേണ്ടിയിട്ട് ഒരു കഥ ഇങ്ങനെ ആലോചിച്ചിട്ടാണ് ഈ കഥയിലേക്ക് എത്തുന്നത്. സമീരയുടെ സ്ട്രഗിൾ ആയിരുന്നു അതിന്റെ ആദ്യഘട്ടത്തിൽ ആലോചനയായിട്ടുണ്ടായിരുന്നു. സമീറ പിന്നെ കല്യാണം കഴിഞ്ഞ് മകനുണ്ട്. ആ സമയത്ത് പ്രണയം, ഇങ്ങനെ സംഘർഷങ്ങൾ, അതിൻ്റെതായിട്ടുള്ള ഒരു പ്രയാസങ്ങൾ, ഒരു സ്ത്രീ നേരിടുന്ന പ്രതിസന്ധികൾ, അങ്ങനെയുള്ള ഒരു യാത്രയുടെ ഇടയിലാണ് ഇറാഖിൽ ബന്ദികളാക്കപ്പെട്ട നേഴ്സുമാരുടെ അനുഭവം അതിലേക്ക് ബ്ലെൻഡ് ആവുന്നത്. അങ്ങനെയാണ് ആ സിനിമ സംഭവിക്കുന്നത്. ആ സിനിമയ്ക്ക് ഒരു കൊമേഴ്ഷ്യൽ വാല്യൂ മൂഡ് തന്നെ ആയിരുന്നു അത് എന്നൊക്കെ പറഞ്ഞാൽ. കാരണം അതൊരു സർവൈവൽ ഡ്രാമയാണ്. അതിലൊരു ദേശീയതയുടെ ഒരു മൂഡുണ്ട്. പിന്നെ ഒരു ഇത്രയും അതായത് ഈ ഇമോഷണൽ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇമോഷണൽ ജേണി ആണ് സിനിമ എപ്പോഴും ഒരാളുടെ കൂടെ സഞ്ചരിക്കാൻ തോന്നുന്നത്. ഞാൻ മനസ്സിലാക്കിയത് ഒരാളുടെ കൂടെ മാത്രം ഒരു പറ്റം ആളുകളുടെ കൂടെ സഞ്ചരിക്കാം. അത് കോമഡി ആവട്ടെ, സങ്കടമാവട്ടെ, അല്ലെങ്കിൽ സംഘർഷമാവട്ടെ, അല്ലെങ്കിൽ പോരാട്ടമാവട്ടെ, നമ്മൾ ഒരാളുടെ കൂടെ സഞ്ചരിക്കാൻ സിനിമയ്ക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ സിനിമ കൊമേഴ്ഷ്യലി ഹിറ്റാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ശ്രദ്ധിച്ചാൽ മതി. അതായത് അയാൾ ജയിക്കണം, അല്ലെങ്കിൽ അയാൾ മരിച്ചു പോരുത്, അയാൾ അതിജീവിക്കണം, അതെ വില്ലൊടക്കണം. അതെപ്പോഴും വർക്ക് ചെയ്യുന്ന ഒരു കെമിസ്ട്രിയാണ്. അത് മലയാള സിനിമയിൽ വിജയിച്ച സിനിമകളുടെ പാറ്റേൺ. ഇപ്പൊ കിരീടം എന്ന സിനിമയിൽ പോലെ 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 നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സേതുമാധവനോട്, അല്ലെ? സേതുമാധവൻ അങ്ങോട്ട് പോലെ, അയ്യോ നീ പരീക്ഷ, നീ ടെസ്റ്റ് പാസ്സായി, ഇന്റർവ്യൂ കഴിഞ്ഞാൽ നീ SI ആണ്, എന്നിട്ട് നീ എന്തെങ്കിലും ചെയ്തു എന്ന് നമ്മുടെ മനസ്സാഗ്രഹിക്കാം. അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലോഹിത് സാറ്. ലോഹിത് സാർ ബ്രേക്ക് ചെയ്ത് അവസാനം ഒരു ദുരന്തത്തോട് നമ്മൾ കണ്ണീരോട് ഇറങ്ങിപ്പോകുന്നു. അപ്പൊ ആ ഇമോഷൻ സമീരയുടെ കൂടെയായിരുന്നു. ആ പാവം പ്രഗ്നന്റ് ആണ്, ഇവിടെ എത്തിപ്പെട്ടിട്ട് അതിനേക്കാളും പ്രശ്നം, ഫുൾ പ്രശ്നത്തിന്റെ നടുക്കാണ് സമീറ നിൽക്കുന്നത്. നാട്ടിലും പ്രശ്നം, ഇറാഖിൽ എത്തിയിട്ടാകുമ്പോൾ യുദ്ധത്തിന്റെ പ്രശ്നം, കുട്ടി വന്നതിന്റെ പ്രശ്നം, അതിനിടെ പ്രഗ്നന്റ് ആയതിന്റെ പ്രശ്നം, അതിനിടയിൽ ഭർത്താവ് മിസ്സാവുന്നു, ഭർത്താവിന് തേടിയില്ലാത്ര. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താണ് ഓഡിയൻസ് ആഗ്രഹിക്കുക? എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ. ആ ഇമോഷനാണ് ആ സിനിമയെ കൊമേഴ്ഷ്യലി ഹിറ്റാക്കിയതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ അതിന്റെ പുറകെ തന്നെ വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ടല്ലോ. എല്ലാ വിജയങ്ങൾക്കും പുറകിലും വിവാദങ്ങളുണ്ടാവും. പക്ഷെ അതിനകത്ത് ISIS കാണിക്കുന്നു എന്നുള്ളത് പറഞ്ഞുകൊണ്ടുള്ള വിവാദം. അല്ല, അതിന് പുറകെ പാർവതി അതിന് ഇത്തരം കണ്ടന്റുകൾ ചെയ്തു. രാഷ്ട്രീയ ബോധ്യങ്ങൾ അങ്ങനെ ആയിരിക്കാം. എനിക്കിപ്പോ ആ സമയത്ത് എഴുതുന്ന സമയത്ത് അതിൽ ഇസ്ലാം ഹോബിയൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ല. അത് നമ്മളിപ്പോ എന്താ പറയാ, നമ്മളുടെ ഒരു കഴിഞ്ഞ വർഷത്തെ ഞാനല്ല ഈ വർഷത്തെ ഞാൻ, കഴിഞ്ഞ വർഷത്തെ ഞാനല്ല കഴിഞ്ഞതിന്റെ അപ്പുറത്തെ ഞാൻ. കാരണം നമ്മളുടെ മാറ്റങ്ങൾ ഉണ്ടാവില്ല. നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്ന പുസ്തകങ്ങൾ, നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമകൾ ഒക്കെ, നമ്മളുടെ ഉള്ളിൽ മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ബോധ്യങ്ങൾ, അതൊക്കെ നമ്മളെ വേറൊരാളാക്കി പുതുക്കിക്കൊണ്ടേയിരിക്കുമല്ലോ. നമ്മൾ ഈ മാറിക്കൊണ്ടിരിക്കുമ്പോഴാണല്ലോ നമ്മൾ വളർച്ച എന്ന് പറയുന്നത്. നമ്മൾ പ്രായം കൂടുന്നതനുസരിച്ച് ഒരാൾ നന്നാവുമെന്ന് എനിക്ക് അഭിപ്രായം തന്നെ. ഈ 25-ാം വയസ്സിലും അയാൾ വർഗീയത പറയും, 60-ാം വയസ്സിൽ ആ വർഗീയത തുടങ്ങി അയാൾ ജീവിക്കാതിരിക്കുന്നത് നല്ലതാണ് എൻ്റെ അഭിപ്രായം, അല്ലേ? പ്രത്യേകിച്ച് നമ്മളൊരു ജനാധിപത്യ സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത്. അപ്പോ ആ സമയത്തുള്ള എൻ്റെ ബോധ്യങ്ങളാണ് ആ സിനിമയിൽ സംഭവിച്ചിട്ടുള്ളത്. ഈ സമയത്ത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല അത് വരിക. അത് പാർവതിക്ക് പാർവതിയായിട്ടുള്ള ഒരു ബോധ്യം ആ സിനിമ ചെയ്യുന്ന സമയത്ത് പാർവതിക്ക് അത്തരത്തിലുള്ള
ഒരു ആലോചനയായിരുന്നില്ല ഉണ്ടായിരുന്നു. പിന്നീട് അവർ വായിച്ചും അവർ കണ്ടും പറഞ്ഞ ഒരു മൂഴൽ അങ്ങനെ തോന്നിയിരിക്കാം. അതാണ് അതിന്റെ ഉത്തരം. ഈ സിനിമയിലേക്ക് മമ്മൂക്കയുമായിട്ടുള്ള ഒരു ബന്ധം വരുന്നുണ്ടല്ലോ, അപ്പൊ അതില് ഒരു ഭാഷ, കാസർഗോഡൻ ഭാഷ പഠിപ്പിച്ചുകൊണ്ടുണ്ടാവുന്ന ഒരു ബന്ധമാണ്. നമുക്ക് പതിറ്റാണ്ടുകളായിട്ട് നമുക്ക് ഭയങ്കര പ്രിയപ്പെട്ടൊരു മമ്മൂക്കയിലെ ഒരു സൂപ്പർ പവർ ആയിട്ട് തോന്നിയത് ഡയലക്റ്റുകൾ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്ത് അതിനെ ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രസന്റ് ചെയ്യാനുള്ള ഒരു കഴിവാണ്. ഇപ്പം മലയാളത്തിലെ സൗത്ത് ഇന്ത്യയിലെ മിക്ക ഭാഷകളിലും മമ്മൂക്കയ്ക്ക് ആ ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് അതിനകത്ത്. അപ്പം അങ്ങനെ ഒരാളെ കാസർഗോഡൻ ശൈലി പഠിപ്പിക്കുകയാണ്. അതിലെന്താണ് മമ്മൂക്കയുടെ രീതി? എങ്ങനെയായിരുന്നു ആ ഒരു പ്രോസസ്സ് ഡയലക്റ്റ്? അതൊരു രസകരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. ഒരു 3 മാസം ഞാൻ കൂടെ ഉണ്ടായിരുന്നു. ഇത് ശരിക്ക് ഞാറ്റുവേല എന്നൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതില് ഞാനൊരു ദിവസം അപ്പൊളിറ്റിക്കൽ ഇന്റലക്ച്വൽസ്, ഒരു ദിവസം ഇവിടുത്തെ രാഷ്ട്രീയരായ ബുദ്ധിജീവികൾ, ജനങ്ങളാൽ സാധാരണക്കാരാൽ ചോദ്യം ചെയ്യപ്പെടുന്ന പറയുന്ന ഒരു ഗംഭീര കവിതയുണ്ട്. എന്ന് തുടങ്ങുന്ന ഒരു കവിതയാണ് പൊളിറ്റിക്കൽ ഇന്റലക്ച്വൽസ്. അപ്പൊ ഞങ്ങളൊക്കെ മറ്റേ കോളേജ് കാലത്ത് ഈ ക്ലാസ് റൂമിലൊക്കെ പോയിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന കവിതാകരികളൊന്നായിരുന്നു. അപ്പൊ അതിന്റെ പലതരത്തിലുള്ള വിവർത്തനങ്ങൾ ആ സമയത്ത് സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. തിരുവനന്തപുരം വെർഷൻ, കോട്ടയം വെർഷൻ, മലപ്പുറം വെർഷൻ. അങ്ങനെ ഞാനൊരു കാസർഗോഡ് വെർഷൻ എഴുതിയിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. അപ്പൊ അത് ആളുകൾ അതിന് ഭയങ്കര അതിനൊരു പ്രാദേശികതയുടെ ഒരു രസം, അതിന്റെ ഒരു പ്രതിരോധം എന്നൊക്കെ പറഞ്ഞിട്ട് ചർച്ച ചെയ്യപ്പെട്ട ഒരു സാധനമായിരുന്നു. അപ്പൊ ഞാൻ വെറുതെ ഈ ഞാറ്റുവേല ഗ്രൂപ്പിലിട്ടു. ഇട്ട സമയത്ത് ഈ ഞാറ്റുവേലയുടെ വാർഷികത്തിന് നമുക്ക് ഈ കവിത പാടി കടിച്ചാ പൊട്ടാത്ത വാക്കുകളൊക്കെ ഉണ്ടായില്. പക്ഷെ കഷ്ടപ്പെട്ട് എന്നെ സ്റ്റേജിലേക്ക് വിളിച്ച് എന്നോടൊപ്പം നിന്നുകൊണ്ട് ഇത് അവതരിപ്പിച്ചു കാസർഗോഡ് ഞാൻ എഴുതിയ സാധനം. അപ്പൊ അതാണ് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അതങ്ങനെ പോകുന്ന സമയത്താണ് രഞ്ജിയേട്ടൻ പുത്തമ്പണം ചെയ്യുന്നത്. അപ്പൊ രഞ്ജിയേട്ടനോടാണ് മമ്മൂക്ക പറഞ്ഞത് ഇത് കാസർഗോഡ് മംഗലാപുരം ആയിരുന്നു ഇത്, അപ്പൊ കാസർഗോഡ് സ്ലാങ്ങില് പിടിച്ചാലോ. അപ്പോൾ രഞ്ജിയേട്ടൻ തന്നെ അറിയാം, മമ്മൂക്ക തന്നെ അറിയാം. അപ്പൊ അങ്ങനെയാണ് ഞാൻ അതിലേക്ക് ഇന്നാവുന്നത്. അതിന്റെ സംഭവം എന്ന് വെച്ചാൽ ഇത് കാസർഗോഡ് ഭാഷ പഠിപ്പിക്കുക എന്നുള്ള സാധനമുണ്ട്. അതിന് താളമുണ്ട്. ഇപ്പൊ കാഞ്ഞങ്ങാട് ഭാഷയല്ല കാസർഗോഡ് സ്ലാങ്. ഇപ്പൊ ഞാൻ നീ ഏടെ പോന്ന് ചോദിച്ചാൽ നീ ഏടെ പോന്ന് പറയുന്ന ഒരു താളം ഉണ്ടാവും. കുറച്ചും കൂടെ ഒരു പാട്ട്, അതായത് ഒരു ഉയർച്ചയും താഴ്ചയുണ്ട്. അതിനകത്ത് ഇതുണ്ട്. അത് കാഞ്ഞങ്ങാടൊക്കെ നമ്മളിപ്പോ നീ ഏടെ പോന്ന് എന്ന് പറയും, അതിനൊരു അപ്പുറം നീ ഏടെ പോന്ന് എന്ന് പറയും. അങ്ങനെ ഒരു സാധനമുണ്ട്. അപ്പൊ ആ വാക്കുകൾ വ്യത്യാസം ഉണ്ടാവും. അവരെ ഭാഷയിൽ കുറച്ചും കൂടെ അച്ചടി വാക്കുകൾ ഉണ്ടാവും. കുമ്പളയിൽ എത്തുമ്പോൾ കുറച്ചും കൂടെ കന്നഡയിൽ മിക്സായി വേറൊരു മൂഡിലേക്ക് എത്തും. അപ്പൊ ആ ഭാഷ പഠിപ്പിക്കുക, ആ ഭാഷ പറയിപ്പിക്കുക എന്നതായിരുന്നു എൻ്റെ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി. അപ്പൊ ഞാൻ 3 മാസം ഒന്നിച്ചുണ്ടായിരുന്നു. ഷൂട്ടിന്റെ പ്രോസസ്സിൽ ഷൂട്ട് കഴിഞ്ഞിട്ട് ഡബിങ്ങിന്റെ സമയത്ത്. അപ്പോൾ ഈ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കാറിന്റെ ഡിക്കിയിൽ ഇരുന്നിട്ടൊക്കെ ഞാനിത് പറഞ്ഞു കൊടുക്കും. കാരണം ഇത് അങ്ങനെ നമ്മള് പറയണമല്ലോ. ആ കാറിന്റെ ഡിക്കിയിലേക്ക് യാത്ര നിത്യാനന്ദ ഷേണായി എന്ന അധോലോക നായകൻ കാറിന്റെ ബാക്കിൽ ഇരുന്നിട്ട് ഓരോ ഡയലോഗ് അടിക്കുമ്പോൾ ഞാൻ ബാക്കിൽ ആ മറ്റേ ഡിക്കിയിൽ എടുത്തിട്ട് ബാക്കിൽ പറയും. അങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട്. രസമായിരുന്നു അത്. ഷൂട്ടിൽ ഒളിച്ചിരുന്നൊക്കെ ബാക്കിൽ ക്യാമറയുടെ ബാക്കിൽ ഒളിച്ചിരിക്കും, അല്ലെങ്കിൽ ഈ മുറിയാണെങ്കിൽ മുറിയുടെ ഖസീരയുടെ അടിയിലിരിക്കും. അത് എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ്. പിന്നെ അതിന് ഏറ്റവും വലിയ സന്തോഷം തോന്നി വെച്ചാല് അദ്ദേഹം ഈ ഭാഷയോടും സംസ്കാരത്തോടും ഭയങ്കര റെസ്പെക്ട് വെച്ച് പുലർത്തുന്ന ആളായിരുന്നു. ഇപ്പോൾ നമ്മൾ കാസർഗോഡ് ഭാഷയെ പരിഹസിക്കുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ഈ ഭാഷയെ അപഹസിച്ച് ഒരു വാക്ക് പറയുകയോ അല്ലെങ്കിൽ വേറെ വിധത്തിൽ ഒന്നും പറയുകയോ ചെയ്തിട്ടില്ല എന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എന്നാൽ എല്ലാ ഭാഷയ്ക്കും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യവും ആദരവും ഉണ്ട് എന്ന് ഒരു ബോധ്യം നമുക്കുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് എഴുത്തുകാരോട് ഭയങ്കര ബഹുമാനമാണ്, റൈറ്റേഴ്സിനോട്. അതായത് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് അല്ല, ലിറ്ററേച്ചറിൽ നിന്ന് വരുന്ന സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്. ഇപ്പോൾ മമ്മൂക്ക MT എൻ്റെ മുമ്പ് പിറന്നാളിന് വിളിക്കുന്ന MT വാസു നായർ, അദ്ദേഹത്തെ പിറന്നാളിന് വിളിക്കുന്ന അത് ഭയങ്കര റെസ്പെക്റ്റാണ്. അപ്പോൾ അപ്പുറത്ത് അവരുടെ പത്നിയാണ് ഫോൺ എടുത്തത്. MT സാറല്ലേ വന്നാൽ മമ്മൂട്ടി വിളിച്ചു എന്ന് പറയണം. അപ്പോൾ ഉണ്ടായിരുന്നില്ല, പുറത്തെവിടെ പോയതാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത്രയും റെസ്പെക്ട് MTയോട് കാണിക്കുന്നു. MT ഒരുപാട് നല്ല സിനിമകളിൽ MTയുടെ ഒരുപാട് നല്ല സിനിമകളിൽ നമുക്ക് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ എഴുത്തുകാരോട് ഭയങ്കര പുസ്തകത്തോടും എഴുത്തുകാരോടും ഭയങ്കര പിന്നെ ഒരു സ്നേഹമുണ്ട്. അത് ഈ ഞാറ്റുവേല വാട്സപ്പ് ഗ്രൂപ്പിൽ പുള്ളി ഉണ്ട്. പുള്ളി ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ചില കാര്യങ്ങളായിട്ടൊക്കെ സംസാരിക്കാറുണ്ട്. അപ്പൊ ആ ഒരു കൾച്ചറൽ സ്പേസിൽ
കൾച്ചറൽ സ്പേസിനോട് ഒരു താല്പര്യം ഉള്ളതായി തോന്നിയിട്ടുണ്ട്. ഈ മരണവംശത്തിൽ എന്നെ അഭിനയിക്കട്ടെ ചോദിച്ചത് അത് സംഭവിച്ചില്ല, അതിന് വേറിട്ട് ചെളിയും. ഈ പടം ഇത് കഴിഞ്ഞിട്ട് പുത്തമ്പണം കഴിഞ്ഞു. പിന്നെ നമ്മള് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ കൊല്ലത്ത് മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. കോളേജ് പ്രൊഫസർ ആ കൊല്ലത്ത് നമ്മളെ എവിടെ SM കോളേജിലാന്ന് തോന്നുന്നു. SM കോളേജിലാണ് എന്റെ ഷൂട്ട് ഉണ്ടായത്. അപ്പൊ ഞാൻ ആ സമയത്ത് രാമൻകുളങ്ങരയിൽ മാതൃഭൂമി ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ഷൂട്ടിന് നടക്കുന്നുണ്ട് പറഞ്ഞിട്ട് ഞാൻ വെറുതെ ഉച്ചക്ക് മെസ്സേജ് അയച്ചു, നമുക്ക് കൊല്ലത്തുണ്ടല്ലേ. അപ്പോൾ ഞാൻ കൊല്ലത്തുള്ളത് അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ മാതൃഭൂമി. അപ്പൊ നീ ഇങ്ങോട്ട് വന്നു. അപ്പൊ ഞാൻ എന്നിട്ട് അന്ന് ഉച്ചക്ക്, അന്നല്ല പിറ്റേ ദിവസം ഉച്ചക്ക് പോയിട്ട് ഞങ്ങള് ഞാനും ഉച്ചവർഷം കഴിഞ്ഞ് ഈ ഒരു കൊടയിൽ എന്നിട്ട് എന്താ പരിപാടി എന്ന് വെച്ചപ്പോൾ ഞാനൊരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണ് കഥ? അപ്പൊ ഞാൻ കഥ ഒറ്റ 2-3 ലൈൻ മാത്രം പറഞ്ഞു. എന്നാ ഞാൻ അതിന് ഭാസ്കരനായിട്ട് അഭിനയിക്കാം. ഞാൻ പറഞ്ഞു ഞാൻ അവരത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അല്ല അതാ നീ പ്ലാൻ ചെയ്യും, ആരാണ് സംവിധായകൻ എന്നൊക്കെ നോക്ക് എന്നെല്ലാം പറഞ്ഞു. അപ്പൊ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന നോവല് അപ്പോൾ തന്നെ സിനിമയാക്കാം. അല്ല അന്ന് ഒരു ഇഷ്ടത്തിന് പുറത്തായിരിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഞാനത് പിന്നെ അതിന്റെ പിറകെ പോയില്ല. ഞാൻ നോവലിന്റെ തിരക്ക് അത് എഴുതി കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം വാട്സപ്പില് നോവൽ എനിക്ക് വേണം എന്ന് പറഞ്ഞു. ഫോട്ടോ ഷെയർ ചെയ്ത് അപ്പൊ ഞാനത് പിന്നെ തിരക്കല്ലേ നമ്മള്, പിന്നെ നോവലൊക്കെ കൊണ്ടു കൊടുക്കണോ എന്നൊക്കെ വിചാരിച്ച് ഞാനത് വിട്ട് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഈ ഞാറ്റുവേലന്റെ സംഘം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒരു ഉച്ചയാകുമ്പോൾ അങ്ങോട്ട് പോയി. അപ്പൊ നമുക്കത് പരിപാടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പൊ ഞാൻ ഈ സൈഡിൽ നിൽക്കുമ്പോൾ എന്നെ വിളിച്ചെടുത്ത് എവിടെ നോവൽ എവിടെയെന്ന് വെച്ചു. അപ്പൊ പിന്നെ എനിക്ക് അതിൽ കുറ്റബോധമായി. കാരണം നമ്മളത് ഒരിക്കൽ ചോദിച്ചിട്ട് പോലും ഞാനത് തരാമെന്ന് പറഞ്ഞാൽ എനിക്ക് തിരക്കാരനെ അങ്ങോട്ട് പോയി കൊടുക്കണ്ടേ, നമ്മളെ പോലെ അല്ലല്ലോ, ഇതൊക്കെ തിരക്കുള്ള മനുഷ്യരല്ലേ. പിന്നെയാണ് ഞാൻ ഈ നോവല് കൊണ്ട് കൊടുക്കുന്നത്. ഇന്നാണെങ്കിൽ ഭാസ്കരനെ നമുക്ക് ഏൽപ്പിക്കോ? എനിക്കറിയാം അത് ഓൾറെഡി സിനിമയാക്കാനുള്ള പ്രോസസ്സിലാണ്. പക്ഷെ അത് സംവിധായകനല്ലേ തീരുമാനിക്കണ്ടേ? അല്ല, അത് എഴുത്തുകാരന്റെ ഒരു അതിനിപ്പോഴും കേപ്പബിൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് അന്ന് ഭാസ്കരനായിട്ട് മമ്മൂക്കയായിരുന്നു. അത് കഥ എഴുതുമ്പോഴേ അല്ല മമ്മൂക്ക പറഞ്ഞ ശേഷമാണ് ഞാൻ ഭാസ്കരനാ എഴുതുമ്പോ, നോവൽ എഴുതുമ്പോ ഞാൻ അങ്ങനെ ഒന്നും ആലോചിക്കാറില്ല. എന്റെ ഒരു കഥയും സിനിമയാക്കണമെന്നോ നോവലാക്കണമെന്നോ ഒന്നും എനിക്ക് ആഗ്രഹങ്ങളില്ല. കാരണം അത് എഴുതുന്ന സമയത്ത് അത് ഒറ്റ പ്രോസസ്സാണ്. അത് സിനിമ ആയിട്ടില്ലെങ്കിലോ കഥയായിട്ട് അതിന് വേണ്ടിയല്ലല്ലോ എഴുത്തുകാർ എഴുതുന്നത്. നമുക്ക് പറഞ്ഞപ്പോ എങ്ങനെ ആലോചിച്ചു ഭാസ്കരൻ, അതായത് ആ ആർക്ക് കറക്റ്റായിരുന്നു, ഇമോഷനുണ്ട്, അതായിരുന്നെങ്കിൽ എന്ന് എനിക്ക് ഞാനൊന്ന് ആഗ്രഹിച്ചിരുന്നു. ഇപ്പൊ അതിന് സംവിധായകൻ രാജേഷ് മാധവനാണ് അത് സിനിമയാക്കുന്നത്. അതിന്റെ ഒരു പണിപ്പുരയിലാണ്. അത് കുറച്ച് വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങേണ്ട ഒരു സിനിമയാണ്. ഇപ്പൊ ലെഫ്റ്റ് ഓവേഴ്സ് വരികയാണ്. അപ്പം ആദാമിന്റെ മകൻ അബു എന്ന് പറയുന്ന സിനിമ തന്ന് എനിക്ക് തോന്നുന്നു അതിലൂടെ പെട്ടെന്ന് തന്നെ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു സിനിമ തന്നു പോയൊരു മനുഷ്യനാണ്. അപ്പൊ അതേ സംവിധായകന്റെ കൂടെ ലെഫ്റ്റ് ഓവേഴ്സ് വരുന്നു. എന്താണ് ലെഫ്റ്റ് ഓവേഴ്സ്, എന്താണ് പറയുന്നത്? ഒരു വളരെ കണ്ടംപററി ആയിട്ടുള്ള ഒരു പൊള്ളുന്ന രാഷ്ട്രീയം പറയുന്ന ഒരു സിനിമയാണ്. അത് സങ്കടകരമായ സിനിമയാണ്. അതിൽ ജാതീയതയുണ്ട്. അത് സമകാലിക ഇന്ത്യൻ യാഥാർത്ഥ്യം വരച്ച് കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു ആഖ്യായികയാണ്. അതൊരു മകനെ തേടിയുള്ള ഒരു യാത്രയാണ്. ഇത്രയാണ് അതിനെ കുറിച്ച് ഇപ്പൊ പറയാൻ പറ്റുള്ളൂ. അത് ഒരു പൊളിറ്റിക്കൽ സിനിമയാണ്. അത് സലീം സലീമിക്കയുടെ മുൻകാല സിനിമകളിൽ നിന്ന് കുറച്ചും കൂടി വ്യത്യസ്തമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആദാമിന്റെ മകൻ അബു ആയാലും പത്തേമാരി ആയാലും അതിന് ഓസ്കാർ ഗോസ്റ്റു ആയാലും അതിനൊക്കെ വേറെ തരത്തിലുള്ള ഒരു രാഷ്ട്രീയമായിരുന്നു. പക്ഷെ ഇത് വേറെ തന്നെ ഒരു മോഡിലേക്ക് പോകുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ആസ് എൻ ഓഡിയൻസ് എനിക്ക് തോന്നുന്നത്. ഈ എനിക്ക് ചോദിക്കണം എന്ന് തോന്നിയൊരു കാര്യം, മുന്നേ ഒരു അഭിമുഖത്തിന്റെ ഒരു കട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. കാസർഗോഡ് അല്ലായിരുന്നു എൻഡോസൾഫാൻ ദുരന്തം സംഭവിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ കേരളം കത്തിയേനെ എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ കഥകളിലൊക്കെ കാസർഗോഡ്, ഇപ്പം അട്ടപ്പാടിയിലേക്കോ കാസർഗോഡേക്കോ ട്രാൻസ്ഫർ ആക്കി തരും എന്നുള്ള വില്ലനോട് പറയുന്ന ഒരു ഡയലോഗ് സ്ഥിരമായി നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ഒരു ഡയലോഗാണ്. അത്തരത്തിൽ കാസർഗോഡ് എല്ലാ കാലത്തും ഇത്തരം അവഹേളനങ്ങളെ ഫേസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻഡോസൾഫാൻ കോമഡികൾ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ വളരെ വേദനാജനകമാണ്. അപ്പം എൻഡോസൾഫാൻ കുഞ്ഞിനെ പോലെ ഇരിക്കുന്നു എന്നൊക്കെ ആളുകൾ വളരെ ലാഘവത്തോടു കൂടെ തമാശയായിട്ട് പറയുന്ന ഒരു സംഗതി ഉണ്ടായിട്ടുണ്ട്. ഇത് എത്രത്തോളം ഭീകരമാണ്, അല്ലെങ്കിൽ ഈ ഇത്തരം ഒരു മാറ്റി നിർത്തപ്പെടൽ കാസർഗോഡിനെ എത്രത്തോളം ബാധിച്ചത്? അത് ഇപ്പോഴും ഉണ്ട്. അത് ഞാൻ ചന്ദ്രബോധനപ്പോഴാണ് ഓർക്കുന്നത്. ഞാനൊക്കെ പണ്ട് കൊച്ചിയിലേക്ക് വരുന്ന സമയത്ത് എൻഡോസൾഫാൻ അല്ലേ നിന്റെ കൂടെയൊക്കെ താമസിച്ച ഞങ്ങൾക്ക് അസുഖം വരുമോ എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. തമാശയാണ്. നമ്മളത് കേൾക്കുമ്പോഴും നമ്മൾ തമാശയായിട്ട്
കേട്ടെങ്കിൽ ഉള്ളിലൊരു വേദന ഉണ്ടാവും. കാരണം അവിടെ അവരനുഭവിച്ചിട്ടുള്ള പെയിനോളം ഈ കേരളത്തിൽ ഒരാളും അത്ര പെയിനൊന്നും അനുഭവിച്ചില്ല. പലതരം രോഗങ്ങൾ ബാധിച്ച കുട്ടികൾ, പലതരം രോഗങ്ങൾ ബാധിച്ച അജ്ഞാതമായ രോഗങ്ങൾ ബാധിച്ച് മരണപ്പെട്ടതാണ്. അങ്ങനെ ഒരുപാട് ഇപ്പോഴും തീതൊന്ന് ജീവിക്കുന്ന എത്രയോ മനുഷ്യരുള്ള ഒരു സ്ഥലമാണ് കാസർഗോഡ് എൻഡോസൾഫാൻ. എന്നിട്ട് എൻഡോസൾഫാൻ പിന്നെ ഇന്ന് വരെ എൻഡോസൾഫാൻ്റെ ഒരു കോമ്പൻസേഷൻ കൃത്യമായ ആളുകൾ ഒരു ഭരണകൂടത്തിനും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് ശരിക്കും ഞാനത് സത്യസന്ധമായിട്ടാണ്. ഇതിപ്പോ ഒരു കോട്ടയത്തോ അല്ലെങ്കിൽ എറണാകുളത്തോ തിരുവനന്തപുരത്തോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആരാണോ അന്ന് ഭരണത്തിലിരിക്കുന്നത് അവർ രാജിവെച്ച് പോകേണ്ടി വന്നത്. ഇത് കാസർഗോഡ് സ്വർഗ എന്ന് പറയുന്ന പെരിയ പോലത്തുള്ള ഒരു പാവം മനുഷ്യർ താമസിക്കുന്ന സ്ഥലത്ത് സംഭവിച്ചു ആയതുകൊണ്ടാണ് ഒട്ടും ഒരു വലിയ പ്രതിഷേധങ്ങളൊന്നും ഇല്ലാതെ അതൊരു നടുക്കുന്ന യാഥാർത്ഥ്യമായി തോന്നാതെ നമ്മുടെ മുഖ്യധാര സമൂഹം അത് സ്വീകരിച്ചിരിക്കാനുള്ള അങ്ങനെ കൊണ്ടുപോയതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്നായിട്ട് എനിക്ക് തോന്നിയത്. ഇതെല്ലാ തലങ്ങളിലും എൻഡോസൾഫാന്റെ കേസിൽ മാത്രമല്ല. ഇപ്പൊ അടുത്ത് മെട്രോമാൻ ശ്രീധരൻ ഉണ്ടാക്കിയ അതിലേ റെയിൽ പ്രോജക്ട് എവിടെ വരെയാ നടത്തുന്നത്? കണ്ണൂർ. അപ്പൊ നമ്മളായിരിക്കും വേണ്ട, നമ്മളെ ഇങ്ങനെ മാറ്റി നിർത്ത കർണാടകത്തോട് ചേർക്കേണ്ട, ലയിക്കപ്പെടേണ്ട ഒരു സ്ഥലമാണ് എന്നുള്ള ഒരു തോന്നൽ പുറം നാട്ടുകാർക്ക് ഉണ്ടോ എന്ന് എനിക്ക് സങ്കടകരമായിട്ടുള്ള സംശയമുണ്ട്. അത് ഇപ്പോ ഉദ്യോഗസ്ഥർ സ്ഥലം മാറ്റുന്നത് ഈ അടുത്ത് എൻ്റെ അടുത്തൊരു സുഹൃത്ത് പറഞ്ഞു, കാസർഗോഡ് എഴുതി PSC പരീക്ഷ എഴുതി കിട്ടിയെന്നല്ലേ. അതായത് പുള്ളിക്ക് എന്നിട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ പുള്ളി ലീവ് എടുത്തിട്ട് നേരെ തിരിച്ചിങ്ങോട്ട് വന്നു. അപ്പൊ അവൻ എന്റെ സുഹൃത്താണ്. ഞാൻ പറഞ്ഞാ നിനക്ക് നീ ഭയങ്കര രാഷ്ട്രീയം പറയുന്ന ഒരാളല്ലേ, പുസ്തകങ്ങളൊക്കെ വായിക്കുന്നു. കാസർഗോഡ് PSC പരീക്ഷ എഴുതി കിട്ടാൻ എളുപ്പമാണ്, പക്ഷെ അവിടെ കിട്ടിയ നിലയ്ക്ക് അവിടെ തന്നെ തുടർന്ന് പഠിപ്പിക്കുക എന്നൊക്കെ പറയുന്ന ഒരു നൈതികതയില്ലേ. അപ്പൊ അതിപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളതാണ് ഒരു സങ്കടം. അതൊരു സങ്കടകരമായ കാര്യമാണ്. അതിനെ എങ്ങനെ നമ്മള് ഇപ്പൊ അത് പക്ഷെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ കുട്ടികൾ പഠിക്കുന്നുണ്ട്, പിന്നെ നല്ല സിനിമകൾ വരുന്നുണ്ട്, പിന്നെ പലതരത്തിലുള്ള മാറ്റങ്ങളുണ്ട്. പക്ഷെ ഇപ്പോഴും അവഗണന തുടരുന്നുണ്ട്. ഇപ്പോഴും അടുത്ത് മെഡിക്കൽ കോളേജ് ഉണ്ട്. മെഡിക്കൽ കോളേജ് ഇപ്പോഴും ശൈശവ അവസ്ഥയില്ല, ഒരു ഭയങ്കര ദൂര സ്ഥലത്താണ്. അങ്ങനെ ഒരു പ്രയാസമുണ്ട്. എനിക്കൊന്ന് ഇത് മരണവംശത്തില് കൊണ്ടുവന്നിട്ടുണ്ട് ആ സ്ഥലം മാറ്റത്തിന്റെ കാര്യം. ആ സ്കൂളിനെ പറ്റി പറയുന്ന സമയത്ത് ഭാസ്കരന് നൽകി പഠിക്കുന്നത്. പിന്നെ വന്നവരൊക്കെ പറയുന്ന ഒരു ഭയങ്കര സ്നേഹത്തോടെ പറയും, നിങ്ങളെല്ലാം പാവങ്ങളാണ്, ഭയങ്കര നിഷ്കളങ്കരാണ്. അതെല്ലാവരും കാരണം പറ്റിക്കപ്പെടാൻ എളുപ്പമാണ്, പിന്നെ ഭയങ്കര സ്നേഹമാണ്. ഇപ്പൊ കാഞ്ഞങ്ങാട് യൂത്ത് ഫെസ്റ്റിവൽ നടന്ന സമയത്ത് അവിടുന്ന് വന്നവരെല്ലാം താമസിച്ച് നമ്മളൊക്കെ വീട്ടിലാണ്. എന്റെ ചേച്ചിയുടെ വീട്ടിലൊക്കെ ആളുകൾ വന്ന് താമസിച്ചിട്ടുണ്ട്. അപ്പൊ ഹോട്ടലുകളൊക്കെ പരിമിതമായിട്ടൊരു സ്ഥലമാണ്. അപ്പൊ അന്ന് കാഞ്ഞങ്ങാട് സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ നടന്നത്, അന്ന് അവരൊക്കെ ഭയങ്കര നിറഞ്ഞ മനസ്സോടുകൂടിയാണ് ഇവിടെ നിന്നൊക്കെ വന്ന ആളുകൾ തിരിച്ചുപോയത്. അപ്പൊ അത്രയും ആത്മാർത്ഥതയും അത്രയും നിഷ്കളങ്കതയും അത്രയും പറ്റിക്കപ്പെടാൻ എളുപ്പമുള്ളവരുമായിട്ടുള്ള മനുഷ്യരാണ് കൂടുതലും വടക്കേ മലബാറിലുള്ളത്. അതുകൊണ്ടാണ് അവിടെ എൻഡോസൾഫാൻ പോലുള്ള ദുരന്തം സംഭവിക്കുന്നത് എന്നാണ്. ഈ പറ്റിക്കപ്പെടുന്ന മനുഷ്യർ എപ്പോഴും പറ്റിക്കപ്പെടുക എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ. ഇപ്പോ ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തിൽ പറയുന്നുണ്ട്, കാട്ടില് ഒരിക്കലും മരങ്ങൾ നേരെ വളരാതിരിക്കുന്നത് നല്ലത്, അത് മുറിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് വളഞ്ഞ മരങ്ങളായിട്ട് വളരുന്നതാണ് നല്ലത്, അത് മുറിക്കാൻ പ്രയാസമാണ്. അപ്പോ അതേപോലെ തന്നെ ആയിരിക്കണം മനുഷ്യർ, കുറച്ച് വളഞ്ഞ മനസ്സുള്ളവരായിരിക്കണം, നേരായ മനസ്സുള്ളവരായിരിക്കരുത്. പക്ഷെ അത് ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തിൽ പലപ്പോഴും അങ്ങനെ ഈ വളഞ്ഞ മനസ്സുള്ള മനുഷ്യരുടെ അതിജീവിക്കുകയും അവർ അധികാരം കൈയാളുകയും അവർ സമൂഹത്തിന്റെ മേൽത്തട്ടിൽ വിരാജിക്കുകയും ചെയ്യുന്ന ഒരു സങ്കടകരമായിട്ടുള്ള ഒരു വർത്തമാന കാലാവസ്ഥയിൽ നേർമനസ്സോടുകൂടി നേരായ രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ ഒഴിവാക്കപ്പെടുകയും അവഗണിക്കപ്പെടുകയും തളരുകയും ചെയ്യുന്ന ഒരു സാംസ്കാരിക സാമൂഹിക അവസ്ഥ കേരളത്തിലുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള മനുഷ്യരാണ് ഈ കാലത്തെ ലോകത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഈ അടുത്ത് വായിച്ച ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഒരു കുട്ടി ഒരു പണ്ഡിതനോട് ചോദിക്കും, പിന്നെ ഏതാണ് പിന്നെ സാറേ നല്ല കരിയർ? അപ്പോൾ പുള്ളി പറയും, ഇവിടെ ഏറ്റവും പിന്നെ ആവശ്യമുള്ള ഒരു കരിയർ എന്ന് പറയുന്നത് ഹ്യൂമൻ കൈൻഡ്, മനുഷ്യത്വമുള്ള കരിയറാണ് നല്ലത്. അത് ആർക്കും വേണ്ട, നീ വേണമെങ്കിൽ ആ കരിയർ തിരഞ്ഞെടുത്തോ, അത് നിനക്കൊരു മനസ്സമാധാനം ഉണ്ടാവുന്നത്. അപ്പൊ അത്തരത്തിലുള്ള മനുഷ്യരുടെ ആവശ്യം ഈ കാലത്തിലുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഒരുപാട് മനുഷ്യരാണ് കഥകളിലുള്ളത്. മരണവംശത്തിലാണെങ്കിലും ഇപ്പം ബാക്കിയുള്ള കഥകളിലൊക്കെ അങ്ങനത്തെ മനുഷ്യർ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ
ഭയങ്കര നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പച്ച മനുഷ്യരുടെ കഥകളാണ്. കഥകൾ ഇനി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കട്ടെ, കഥകളുടെ ഒരു വലിയ കൂട്ടത്തിൽ ജീവിക്കാൻ സാധിക്കട്ടെ. സോ ഇത്രയും സമയം എനിക്കറിയാം തിരക്കിന്റെ ഇടയിൽ വന്നതാണ്. താങ്ക് യു സോ മച്ച്. ഞാൻ ആത്യന്തികമായിട്ട് ഇപ്പൊ മരണവശായാലും അത് ഇപ്പോ ഈ മരണം എന്ന വാക്കില് മാറ്റി വെച്ചിൽ രണമുണ്ട്. ജീവിതം എന്നൊരു രണമാണ്. നമ്മളെ ജീവിതമെല്ലാം നമ്മളിങ്ങനെ അതിജീവിക്കാനുള്ള ശ്രമങ്ങളാണ്, പലതരത്തിലുള്ള ചെറിയ തരത്തിലുള്ള ചെറുതായിട്ടും വലുതായിട്ടുള്ള പലതരം അതിജീവന ശ്രമങ്ങളാണ് നമ്മുടെ ജീവിതം. അപ്പൊ ഈ രണമാകുന്ന ഒരു ജീവിതത്തിൽ മരണത്തിലേക്ക് എത്തുന്ന ഒരു യാത്രയാണ് മരണവശത്തിലൂടെ ഞാൻ ആഖ്യാനിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ ഈ മരണത്തെ മനസ്സിലാക്കുന്നവൻ ജീവിതത്തെ മനസ്സിലാക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. മരണത്തെക്കുറിച്ച് എഴുതുന്നവനാണ്, മരണത്തെക്കുറിച്ച് എഴുതാൻ തുടങ്ങുമ്പോഴാണ് ഒരു എഴുത്തുകാരൻ എഴുത്തിന്റെ ആദ്യ പടി ചവിട്ടുന്നത് ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട്. അപ്പൊ മരണത്തെ പിന്നെ വിമർശന വിധേയമല്ല, മരണത്തെ അറിയാനുള്ള ഒരു ശ്രമമായിരുന്നു മരണവശത്തിലൂടെ ഞാൻ ശ്രമിച്ചത്. അത് സ്വാഭാവികമായിട്ടും ജീവിതത്തെ അറിയാൻ കൂടിയാണ്. എല്ലാ എഴുത്തുകാരും ചെയ്യുന്ന ഒരു പരിപാടി അത് തന്നെയാണ്. നമ്മളിപ്പോ ഹിംസയിൽ നിന്ന് അഹിംസയിലേക്കുള്ള യാത്ര, രാമായണായാലും മഹാഭാരതമായാലും അല്ലെങ്കിൽ മറ്റ് ഇലിയഡ് ആയാലും ഒഡീസി ആയാലും കുറ്റവും ശിക്ഷയായാലും യുദ്ധവും സമാധാനമായാലും ഒക്കെ തന്നെ ഈ ഹിംസയെ പ്രശ്നവൽക്കരിക്കാനുള്ള ശ്രമമാണ്. അപ്പൊ അതിലൂടെ വായനക്കാർക്ക് അത് കാണിച്ചു കൊടുക്കുന്ന അഹിംസയുടെ ലോകമാണ്. ഹിംസാത്മകമല്ലാത്ത മനസ്സോടെ ജീവിക്കാനുള്ള ഒരു പ്രേരണയാണ് എല്ലാ എഴുത്തുകളും ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഒരു എഴുത്തുകാര് കേരളത്തിലും ഇന്ത്യയിലും ലോകത്തിലൊക്കെ ഉണ്ട്. എഴുത്തുകാർ മാത്രമുള്ള കലാകാരന്മാർ സിനിമയിലൂടെയും സാഹിത്യത്തിലൂടെയും ഇപ്പൊ മിയാസാക്കി പോലുള്ള വളരെ മനോഹരമായിട്ടുള്ള അനിമകൾ എടുക്കുന്ന ജപ്പാനീസ് സംവിധായകരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന, കുട്ടികളോടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ നന്മയുടായിട്ടുള്ള ഒരു രാഷ്ട്രീയം അത് കലാകാരന്മാർ തുടരും എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ അതേ സമയം തന്നെ വയലൻസിന് വലിയ രീതിയിൽ സെലിബ്രേഷൻ അതുണ്ട്. അത് കാലം അങ്ങനെയാണ്. എല്ലാ കാലത്തും അത്തരത്തിലുള്ള സെലിബ്രേഷൻ കിട്ടിയിട്ടില്ലേ? നമ്മളിപ്പോ പണ്ട് സിനിമകളൊക്കെ കണ്ടാൽ ഇപ്പൊ ഐ വി ശശിയുടെ പല സിനിമകളും അല്ലെങ്കിൽ മറ്റ് തല്ലുപടങ്ങളൊക്കെ എല്ലാ കാലത്തും ഉണ്ട്. അതേപോലെ ഇതിവിടെ തുടരും. പക്ഷെ അവിടെ ഇതിനൊക്കപ്പുറത്ത് ഒരു നന്മയുള്ള സ്നേഹമുള്ള കഥകളൊക്കെ അവിടെ നിൽക്കും. നന്മയാണ്. പിന്നെ നന്മ വരുന്ന പറഞ്ഞ് വേറെ കിട്ടുന്ന നമ്മൾ ഈ ഓവർ നന്മ പറയുന്ന ആൾക്കാരെ അവര് ഭയങ്കര ഫേക്ക് ആയിരിക്കും എനിക്ക് തോന്നിയില്ല. അവളിങ്ങനെ ജീവിതം നന്മയാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഈ ജീവിത വിജയത്തെ കുറിച്ചൊക്കെ പ്രസംഗിക്കുന്ന ആളുകളൊക്കെ എനിക്ക് ഭയങ്കര ക്രിഞ്ചായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അത്രയൊന്നും നന്മയില്ല. മനുഷ്യന് ആത്യന്തികമായിട്ടുള്ളിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളും കുറെ ദുഃഖങ്ങളും പിന്നെ കുറെ കുറ്റങ്ങൾ ചെയ്യാനുള്ള പ്രവണതയൊക്കെയുള്ള ആളുകളാണ് മനുഷ്യൻ. നമ്മളിപ്പോ ദസ്തോവെസ്കി വായിക്കുമ്പോൾ അത് മനസ്സിലാവും. അത് ഏത് കാലഘട്ടത്തിലാണ്. അതെ 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 അതെ. നമ്മളൊരാളെ സഹായിച്ച് ദസ്തോവെസ്കിയുടെ ഒരു ക്യാരക്ടർ ഉണ്ട്. ഇങ്ങനെ ഏതോ ഒരു സങ്കടത്തില് ഒരാൾക്ക് കുറച്ച് പൈസ കൊടുത്തിട്ട് ഇറങ്ങി നടക്കും. ഇറങ്ങി നടക്കുമ്പോൾ അയ്യോ ഞാൻ അയാൾക്ക് പൈസ കൊടുത്തു പോയല്ലോ. അങ്ങനെയാണ് മനുഷ്യന്റെ മനസ്സ്. നിഗ്രഹോത്സവം സ്നേഹവ്യഗ്രമെങ്കിലും ചിത്തം എന്നാണ് വയലോപ്പിൽ പറഞ്ഞിട്ടുള്ളത്. അമ്മേ, നിഗ്രഹോത്സവമാണ് സ്നേഹവ്യഗ്രമെങ്കിലും. താങ്ക് യു സോ മച്ച്.